ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും വിജയിക്കണം, സന്തോഷിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ കാര്യം മാത്രം. ഓരോ പ്രവൃത്തിയും ദൈവ വിചാരത്തോടെ ആകട്ടെ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി മാത്രമാകട്ടെ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാം തിരുവചനം പഠിപ്പിക്കുന്നു, നിന്റെ ഓരോ പ്രവൃത്തിയും ദൈവ വിചാരത്തോടെ മാത്രമായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ദൈവ വിചാരത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് പിണങ്ങേണ്ടി വരില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ദൈവ വിചാരത്തോടുകൂടെ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, സാമ്പത്തിക ഇടപാട്, നമ്മുടെ ബിസിനസ്, അതുപോലെ എന്ത് പ്രശ്നങ്ങളും ഏത് കാര്യവുമാകട്ടെ, അത് ദൈവ വിചാരത്തോടും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മളത് ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. അതിനാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഓരോ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും പ്രാർത്ഥനയോടും അല്പസമയം ആലോചിച്ചിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവം അത് സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് ട്രൈ.